ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് പോകണം. അച്ഛൻ്റെ കുടുംബ വീട്ടിലെ ഇന്ന് വാർഷികമാണ് അമ്പലത്തിൻ്റെ. അപ്പോൾ രാവിലെ തന്നെ അവിടെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ വെളുപ്പിനെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു 100 പാലും നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന സമയത്ത് പൂജയ്ക്ക് എത്തിയാൽ മതി. അപ്പോഴത്തേക്കും അച്ഛൻ വന്നു, ഞാൻ ഒരുങ്ങിപ്പോയി. മക്കളെ കൊണ്ടുപോയില്ല, കാരണം കൊച്ചുമ്മയ്ക്ക് ചുമയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വൈകിട്ട് പരിപാടിയുണ്ട്, ആ പരിപാടിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അവിടുന്ന് പൂജയെല്ലാം കണ്ട് തൊഴുത് പ്രസാദവും വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇനി അടുത്ത കാര്യങ്ങളാവുന്നതും വരെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഇതിപ്പം എൻ്റെ കസിൻസാണ് കേട്ടോ, ഇത് എൻ്റെ മൂത്തപ്പച്ചിയാണ്. അപ്പോൾ അണ്ണൻ ഗൾഫിലായിരുന്നു. അണ്ണൻ എൻ്റെ വീഡിയോ ചാനലൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുഞ്ഞുഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് എന്നെ ട്രോളുമാണ്. ഈ വരുന്നത് എൻ്റെ ഇളയ അപ്പച്ചിയാണ്, ഉണ്ണിയപ്പമായിട്ട് വരുവാണ്. എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും തീർന്നു പോയാലോ എന്നുള്ള വെപ്രാളത്തിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചു. കാരണം എനിക്ക് അമ്പലത്തിലെ പ്രസാദം ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയപ്പം, പായസം, ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കിട്ടത്തുമില്ല, കാരണം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കണ്ടേ. അതുകൊണ്ട് കിട്ടി ഉണ്ണിയപ്പം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് അത് കഴിഞ്ഞ് ദേവിക്ക് പറ സമർപ്പിക്കുകയാണ്. അതെൻ്റെ ചേച്ചിയുടെ മോനാ കേട്ടോ. അവിടുന്ന് ഞങ്ങളവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ കാണുന്നവരോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു ഹായ് പറഞ്ഞു. എല്ലാവരും നോക്കിയിരുന്ന് തലയാട്ടുന്നുണ്ട്. ചേച്ചി ഡാൻസറാണ്. പിന്നെ അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരെയാണ് രസീത് എഴുതിക്കുന്നത് ഏൽപ്പിച്ചത്. എൻ്റെ അപ്പാപ്പൻ്റെ ഭാര്യയും എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫും എല്ലാമാണ്. അപ്പോൾ അവരെ ട്രോളും അവരെല്ലാവരുടെ നിന്ന്. അത് കഴിഞ്ഞ് ഇവളുമാർ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞടി എന്തെങ്കിലും പറഞ്ഞോ, ചാനലിൽ കാണിക്കുന്നതല്ലേ, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അവളുമാർ വെച്ച് എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പറയല്ലേ, എന്തെങ്കിലും ഒന്ന് ആട്ട്. അപ്പോൾ അവളുമാർ തലയാട്ടി കാണിച്ചു. അതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യ വിളമ്പുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ പോയി മക്കൾക്കുള്ളത് പാത്രത്തിൽ മേടിച്ച് വെച്ചു. അപ്പോൾ ഞാനൊരു പായസവും കൂടെ എടുത്തു. പായസം കണ്ടപ്പോൾ കൊതി, പായസത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ പപ്പായും അപ്പച്ചിയുടെ ഭർത്താവും പിന്നെ അവിടെ എല്ലാവരോടും ഇന്ന് സദ്യ വിളമ്പുക കേട്ടോ. അങ്ങനെ സദ്യയുടെ സമയമെല്ലാം ആയപ്പോഴത്തേക്കും അണ്ണനും വന്നു. പിന്നെ ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനും അണ്ണനും കൂടെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. കാരണം മക്കൾ വിട്ടിരിക്കുമല്ലോ, അവരും വിശന്നിരിക്കുക, തിരിച്ച് അവർക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ഇന്ന് തിരിച്ച് 4:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓട്ടോ വിളിച്ചു, അണ്ണനില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നപ്പോഴത്തേക്കും വൈകിട്ട് അപ്പി വായനയെല്ലാം കഴിഞ്ഞ് ഭാഗവതം കെട്ടുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനും ഒന്ന് കെട്ടിച്ച് നോക്കി, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇതും എൻ്റെ അപ്പച്ചിയാണ് കേട്ടോ. എൻ്റെ 10,000 അപ്പച്ചിമാരിൽ എല്ലാ അപ്പച്ചിമാരും ഉണ്ട്. എല്ലാം ഞങ്ങളുടെ വീട്ടിലായാലല്ലേ അപ്പച്ചിമാരാവത്തുള്ളൂ അല്ലേ. ഇത് അച്ഛൻ ഇന്ന് വായന നടത്തിയപ്പോൾ അവനാണ് ദക്ഷിണ കൊടുത്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവർ രാവിലത്തെ പ്രസാദം തൊട്ടില്ലായിരുന്നു 100 പാലിൻ്റെയും. അത് ഞാൻ അവർക്കെല്ലാം തൊട്ട് കൊടുത്തു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ചുറ്റുവിളക്ക് കത്തിക്കാനെല്ലാം ഒരുക്കുകയാണ് ഇവരെല്ലാവരും. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി സമ്മേളനം. ആ സമയത്ത് രാവിലെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അപ്പോൾ അവിടെ എല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പേര് നടത്തിയതിന് ഞങ്ങൾക്ക് നിന്ന്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും അവരുടെ ബ്രദറിൻ്റെ വൈഫും ഒക്കെ ഇരിക്കുന്ന കേട്ടോ. ബ്രദറിന് 2 ആമ്പിളരാണ്. ഇതും എൻ്റെ അപ്പച്ചിമാരെല്ലാം ഇന്ന് സൊറ പറയുക, എന്തോ ഫോണിൽ കണ്ടിട്ട് സംസാരിക്കുക കേട്ടോ. വീട് നിറച്ച് അപ്പച്ചിമാരാ. അവിടുന്ന് ഞങ്ങളവിടെ സമ്മേളനം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എല്ലാവരും വന്ന് ഇരിപ്പുണ്ട്. കാരണം ഇനി സമ്മേളനം തുടങ്ങാൻ ഇപ്പോൾ ഇച്ചിരിയോടെ സമയം എടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ കളർ ഡ്രസ്സ് ഇട്ടല്ലേ, അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഫോട്ടോ എടുക്കാനിരുന്നു. ആ കസേര 2 അറ്റത്തായിട്ട് ചുമല ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എൻ്റെ അച്ചാമ്മയുടെ അനിയത്തിമാരാണ്. അച്ചാമ്മ മൊത്തം 4 പേരായിരുന്നു അവർ. എൻ്റെ അച്ചാമ്മയും അച്ചാമ്മയുടെ അനിയത്തിയും മരിച്ചുപോയി. ഇനി ഇവർ 2 പേരുമാണ് ഇപ്പോഴത്തെ കുടുംബനാഥകൾ. എന്താ പറയുന്നത്, കുടുംബനാഥകൾ, അത് തന്നെ. ബാക്കി ഞങ്ങൾ എല്ലാവരും ഇന്ന് ഫോട്ടോ എടുത്തു. ഇനി ഞങ്ങളുടെ മാത്രം ഫോട്ടോഷൂട്ടുണ്ട്. അത് കഴിഞ്ഞ് പിള്ളേർ സെക്ഷൻ്റെ ഫോട്ടോഷൂട്ടുണ്ട്. ഇതിനകത്ത് ആൾക്കാരൊന്നും പൂർത്തിയായിട്ടില്ല, ഇനിയും പൂർത്തിയാവാനുണ്ട്. എല്ലാവരും പല സ്ഥലത്താണ്. എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ രസമായേനെ. അത് കഴിഞ്ഞ് സമ്മേളനം തുടങ്ങി. ആദ്യം ഈശ്വര പ്രാർത്ഥനയായിരുന്നു. ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഹരിപ്പാട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ എല്ലാവരും ഇവിടെ വെച്ചാണ് കാണുന്നത്. അച്ഛനും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. അമ്മയ്ക്ക് കൂടെ സംസാരിക്കുന്ന അച്ഛൻ, അതായത് എൻ്റെ അച്ചാമ്മയുടെ ചേട്ടത്തിയുടെ മോനാണ്. അപ്പം അണ്ണൻ വന്നിരുന്ന് ഞങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുക, ഈ സമ്മേളനത്തിൻ്റെയും അതും ഇതും എല്ലാം. എല്ലാവരും അവിടെ നിന്ന് ട്രോളും ആണ് മൊത്തത്തിൽ. അത് കഴിഞ്ഞ് സമ്മേളനം ആരംഭിച്ചു. അപ്പോൾ ഇന്ന് ആദരിക്കൽ ചടങ്ങുകളും ഉണ്ട്. കാരണം ഇവരെല്ലാം ഈ അച്ഛനാണ് ഈ ഒരു കവിത ചിട്ടപ്പെടുത്തിയത്. അതായത് ഞങ്ങളുടെ ഈ ഒരു ഐശ്വര്യ അമ്മയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ ഇന്ന് പ്രദർശനമാണ്. അതിൻ്റെ സമ്മേളനമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ആ പ്രദർശനത്തിന് ഭദ്രദീപം കൊളുത്തി എല്ലാം മംഗളമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് എല്ലാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞു, എല്ലാവരും വിശിഷ്ട അതിഥികളാണ് കേട്ടോ. പക്ഷേ എനിക്ക് അന്നേരം പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല. ആ ഒരു താഴെ നിൽക്കുന്ന ആ ഒരു അങ്കിള് എനിക്ക് തോന്നുന്നു കവിയോ ഏതാണ്ട്, പുള്ളിയുടെ ഏതാണ്ട് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കറക്റ്റായിട്ട് കേട്ടോ. എല്ലാവരും നല്ല നല്ല കാര്യങ്ങളും പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ആദരിച്ച് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം അമ്മ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അമ്മയാണല്ലോ കുടുംബത്തിലെ മൂത്ത ആൾ, അപ്പോൾ അമ്മ ഉദ്ഘാടനം ചെയ്തു. ഇതാണ് ആ ഡോക്യുമെൻ്ററി. ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചിരുന്ന ഒരമ്മക്കുട്ടി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ സ്വപ്നത്തിൽ കണ്ടിട്ട് ഞങ്ങളുടെ തന്നെ ആക്കളെ കുടുംബത്തിൽ നിന്ന് യക്ഷിയമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യം. ഇതിൻ്റെ കൂടുതൽ കഥയൊന്നും എനിക്കറിയില്ല. അന്ന് വള്ളത്തേലായിരുന്നു കൊണ്ടുവന്ന്, വണ്ടിയും സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത
വീഡിയോക്കകത്ത് അന്ന് അമ്മക്കുട്ടിയമ്മയ്ക്ക് 12 വയസ്സെന്നെങ്ങാണ്ടാണ് പറയുന്നത്. അപ്പോൾ അന്ന് വള്ളത്തെ കൊണ്ടുവരുന്നതൊക്കെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കുമ്പോഴത്തേക്കും ഇതിൽ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഭാഗ്യമുണ്ടായി. അതിന് ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു ഡോക്യുമെൻ്ററി ഇങ്ങനെ ഒരു വീഡിയോ പ്രദർശനം ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോരുത്തർ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം നമ്മൾ പലരുടെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലൊരു കാര്യം കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിതെല്ലാം പലയിടത്തു നിന്ന് കഥകൾ കേട്ടു, കുറച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ മോനാണ്. അവന് ഗുസ്തി മത്സരത്തിന് കേരളത്തിൽ നിന്നുള്ളതിനകത്ത് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനവനെ ആദരിച്ചു. അതിലും സന്തോഷം. നമുക്ക് കിട്ടാത്ത പലതും നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അഭിനയിച്ച ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവർക്കും സന്തോഷമല്ലേ. അവർക്കും ഒരു ആദരവ് പോലെ അച്ഛനെല്ലാവർക്കും ട്രോഫി എല്ലാം കൊടുത്തു. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിന് മുഴുവൻ ഓടി നടന്ന് ഞങ്ങളുടെ ഈ ഒരു ഇതിനെല്ലാം നല്ല രീതിയിൽ ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ അച്ഛനാണത്. അപ്പോൾ അച്ഛനും എല്ലാവരും കൂടെ ഒരു ആദരിക്കലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വൈകിട്ടത്തേക്ക് കാപ്പിക്ക് കിണ്ണത്തപ്പമായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന അവൾ കണ്ടില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവൾ എന്നെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട്. കഴിക്കുന്നതാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഞാനെടുത്തിടും, അത് വേറൊരു കാര്യം. അതിപ്പോൾ വീഡിയോ വന്നു കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഞാൻ ഇടുമെന്ന്. അതെൻ്റെ ആങ്ങളയുടെ ഭാര്യ കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അവളുടെ വീഡിയോക്കകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് കൊച്ചുമ്മ എല്ലാവരും ട്രോഫിയായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഇനി അവിടെ സദ്യ ഉണ്ട്, രസവും സാമ്പാറും ഒക്കെ ഉണ്ട്, സദ്യ ഉണ്ട്. അത് കഴിഞ്ഞ് പിള്ളേരുടെ ഡാൻസ് ഉണ്ട്, പിന്നെ ഭക്തി ഗാനസുധയോ അങ്ങനെ നല്ലൊരു പ്രോഗ്രാമുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാണാൻ ഇരുന്നില്ല. ഇത് അനീഷണൻ്റെ കുഞ്ഞമ്മയും ചിറ്റപ്പനുമാണ്. ചിറ്റപ്പൻ ഞങ്ങളുടെ റിലേറ്റീവ് ആയതുകൊണ്ട് കുഞ്ഞമ്മയ്ക്കും വരാൻ പറ്റി. അത് കഴിഞ്ഞ് ഭക്തി ഗാനസുധ തുടങ്ങി. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.